ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഹോസ്പിറ്റൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരുടെയും പോസ്റ്ററൊക്കെയാണ് കേട്ടോ. എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ അല്ലേ ഇതേപോലെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുള്ള വഴിയൊക്കെയാണിത് കേട്ടോ. വീട്ടിലേക്കുള്ള വഴിയാണ് ഇത് നമ്മൾ നേരെ മെയിൻ റോഡിൽ പോയി കയറും. എന്നിട്ട് അവിടുന്ന് നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് കയറി അങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ അയൽവാസിയുടെ വീടാണ്. അപ്പോൾ ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ വലിയ ബഹളമോ ഒച്ചപ്പാടോ അങ്ങനെയൊന്നുമില്ല. എന്താണ് കാമൻ ക്വൈറ്റാണ്. പിന്നെന്താണ് ഇവിടെ ഇടത് വശത്തായിട്ട് ചെറിയൊരു തോടുണ്ട് കേട്ടോ, ചില്ലിത്തോടുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ അലക്കി കുളിക്കുന്നതൊക്കെ ഈ ഒരു തോട്ടിൽ നിന്നാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡായിട്ടാണ് തോടുള്ളത്. ഇതേപോലെ ബാനേഴ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഇലക്ഷൻ കഴിയുന്നത് വരെ എല്ലാവരെയും കാണും, കഴിഞ്ഞാൽ പിന്നെ ആരെയും കാണില്ല, അതായിരിക്കും അവസ്ഥ. ഇത് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടാണ് കേട്ടോ. താഴെയാണ് നമ്മളെ പള്ളി. ഇത് പള്ളീൻ്റെ അടുത്ത് തന്നെയുള്ള ചുയിങ്ങ് മരമാണ്. അപ്പോൾ അതിൽ നിറയെ കായ്ച്ച് കിടക്കുന്നുണ്ട്, കുറേ പഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് തിന്നിട്ടുണ്ടേ. അത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഈ ഫോന് പറിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു 5-6 നമുക്ക് കിട്ടി. നല്ല മധുരമാണ് കേട്ടോ. ചെറിയൊരു എന്താ പറയുക, റബ്ബറിൻ്റെ ഒരു ഇതുപോലെ പാല് പോലെ നമ്മൾ സപ്പോർട്ടൊക്കെ തിന്നാലുണ്ടാവില്ലേ ഒരു പറ്റലി, അതേപോലെ കണ്ടില്ലേ. ഇതാണ് ചുയിങ്ങം എന്ന് പറയുന്നത് കായ. നല്ല മധുരമാണ് കേട്ടോ. കുരുവങ്ങ് തുപ്പിക്കഴിഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തി. ഇതാണ് നമ്മുടെ വളവ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ആ ഒരു ടേണിങ് ഉള്ളതുകൊണ്ടാണ് ഇതിന് വളവ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ആപ്പാൻ്റെ കടയാണ്. അപ്പോൾ നേരെ താഴോട്ടേക്ക് പോയാൽ നമ്മുടെ വീടെത്തും കേട്ടോ, തറവാട് വീട്. നമുക്ക് നേരെ മേലോട്ടാണ് പോകേണ്ടത്, നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ. ബസ്സൊക്കെ വന്ന് നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. കാണിച്ചു കഴിഞ്ഞ് നമ്മൾ ഫാർമസിയിലേക്ക് പോക്കാണ് കേട്ടോ. അപ്പോൾ വലിയ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഫാർമസി. നമ്മളവിടെ പോയി മരുന്ന് വാങ്ങിയിട്ട് തിരിച്ചു പോകും. ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പുതിയ ബിൽഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഒരുപാട് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. കുട്ടികളുടെ ഡോക്ടറും പല്ലിൻ്റെ ഡോക്ടറും എല്ലാ ഡോക്ടേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആദ്യം ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ ഒരു 3-4 കൗണ്ടർ ഓപ്പൺ ആക്കിയതുകൊണ്ട് ഇപ്പോൾ തിരക്കൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് കാണിച്ച് വരാം. കാരണം നല്ലൊരു പോപ്പുലേഷനുള്ളൊരു ഏരിയ ആണിത് കേട്ടോ. അതുകൊണ്ടൊന്നും തിരക്കായിരിക്കും. അപ്പോൾ കാണിക്കലും മരുന്ന് വാങ്ങലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ഇനിയിപ്പം ബസ് വരാൻ കുറച്ച് ലേറ്റാവും, അതുകൊണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റാൻഡിൽ, അതുകൊണ്ട് അവിടെ ഇരിക്കാം. അപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അതേപോലെ കോളേജിൽ പോകുമ്പോഴൊക്കെ ഈ ഒരു ബസ് സ്റ്റാൻഡ് തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നേരെ ഞാൻ കുട്ടീനെ വീട്ടിലാക്കിയിട്ട് എന്ത് ചെയ്തു, ഞാനും താത്തയും കൂടി മെട്രോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇരിട്ടിയിലാണേ. അപ്പോൾ ഇരിട്ടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെട്രോന്ന് അത്യാവശ്യം സാധനമൊക്കെ വാങ്ങി, പച്ചക്കറിയും അതേപോലെ ഫ്രൂട്ട്സും അതേപോലെ ക്രോക്കറി ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഗീ റസ്ക് നല്ലൊരു ഓഫറിൽ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ നല്ല റസ്ക്കാണേ, നല്ല ടേസ്റ്റാണിത്, അതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ വന്ന പാടെ ഞാൻ കുട്ടികൾക്ക് കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പനിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, കഞ്ഞി അച്ചാറും അങ്ങനെയുള്ള സംഭവങ്ങളേ വേണ്ടു. അപ്പോൾ അവർ കഞ്ഞി നന്നായിട്ട് കുടിക്കുന്നതുകൊണ്ട് തന്നെ ക്ഷീണമൊക്കെ അങ്ങനെ പെട്ടെന്ന് കുറയും. പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ പൊടികളൊക്കെ ഞാൻ ഇതാ ഫ്രീസറിൻ്റെ ഡോറിൽ ഇതേപോലെ ഈ ഒരു സ്പേസിലാണ് ഞാൻ വെക്കുന്നത്. അതേപോലെ ബാക്കി സാധനങ്ങളൊക്കെ താഴെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് സാധനങ്ങൾ ഒതുക്കി പെറുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ഒന്ന് ചായ വെക്കണം. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ നമ്മൾ കഴിച്ചിട്ടാണ് വന്നത്. താത്താൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരുന്നു നമ്മളിങ്ങോട്ട് വന്നത്. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് സാധനം ഒതുക്കി വെക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ചായ കുടിക്കുന്നത്. മക്കൾ ആദ്യം കഴിച്ചു, ഇനി ഞാൻ എൻ്റെ സമൂസയും കൂട്ടി ചായ കുടിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.